ആദ്യമായിട്ട് ഒറ്റയ്ക്ക് തിയേറ്ററിനകത്ത്, അതും ഏറ്റവും മുകളിലത്തെ സീറ്റ് തന്നെ കിട്ടി. അതിനകത്ത് ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് ഈ സിനിമ കണ്ടത്. ആ റോയിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സംഭവം എന്തൊക്കെ പറഞ്ഞാലും DCR എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. കാരണം ഓൾറെഡി രാഹുൽ സദാശിവൻ്റെ ഒരു കട്ട ഫാനായിട്ട് ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും മാറിക്കഴിഞ്ഞു അല്ലേ. ഒരു അടിപൊളി മേക്കിംഗ് ആണ് പുള്ളിയുടെ. നമുക്ക് ഇന്ന് വരെ കാണാത്തൊരു ഫീല് പുള്ളി നമുക്ക് തരും. ഇതിനകത്ത് പ്രണവിൻ്റെ അഭിനയം, എനിക്ക് പ്രണവ് എന്ന് പറഞ്ഞ നടനെ ആൾ അഭിനയിച്ചിട്ടുള്ള പല സിനിമകളും കാണുമ്പോൾ എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടമാണെന്ന് വെച്ചില്ല. ഇനിയും അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു സിനിമ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമ എന്ന് ഞാൻ പറയും. പ്രണവിൻ്റെ അത്ര അടിപൊളിയായിട്ട് ഒരു ഭയം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാളുടെ ജീവിതത്തിലുണ്ടാവുന്ന, അയാളുടെ ഭാവത്തിലുണ്ടാവുന്ന, പെരുമാറ്റത്തിലുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും പ്രണവ് അടിപൊളിയായിട്ട് ഈ സിനിമയിനകത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജിബിൻ ഗോപിനാഥ്, ഇവർ രണ്ടുപേരിലൂടെയാണ് ഈ സിനിമ പോകുന്നത്. ഇവർ രണ്ടുപേരുമാണ് നമുക്ക് ഈ കഥ പറഞ്ഞു തരുന്നത്. ആക്ച്വലി ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത് ഇവർക്ക് മാത്രമാണ്. അതിനുശേഷം അരുൺ അജിത് കുമാറിനെ കുറിച്ച് പറയണം. വളരെ കുറച്ച് സീനിലേ ഉള്ളൂ പുള്ളിക്കാരൻ. പക്ഷേ ആ സീനിനകത്ത് ഉള്ളിലൊരു ഇത്തിരി വിഷമം കൊണ്ട് നടക്കുന്ന, ഒരു മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരാളെ അടിപൊളിയായിട്ട് ആ ചെറുക്കൻ കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ജയചേച്ചി, ഒരു രക്ഷയില്ല നിങ്ങളുടെ അഭിനയം. എവിടെ നിന്നാണ് ഇത്രയ്ക്ക് എനർജി എന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചു പോയി. അവർ അഭിനയിക്കായിരുന്നോ ജീവിക്കായിരുന്നോ എന്ന് എനിക്കറിയില്ല. അമ്മാതിരി സാധനമായിരുന്നു. കിഡു എന്ന് പറഞ്ഞാൽ കിഡു. പിന്നെ മ്യൂസിക്, അത് പിന്നെ പറയണ്ടല്ലോ, ക്രിസ്റ്റോ സേവിയറാണ്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, കാരണം 10-12 ദിവസം ആയില്ല ഈ സിനിമ ഇറങ്ങിയിട്ട്. ക്രിസ്റ്റോ സേവിയറും മ്യൂസിക് അപ്പാരം. ഈ സിനിമ ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ, നമ്മളിങ്ങനെ തിയേറ്ററിലിരിക്കുമ്പോൾ ഒരു എഫക്റ്റും നമുക്ക് ബാക്കിൽ നിന്നും അവിടെ നിന്ന് കുറേ കലപിലകൾ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. പക്ക ക്ലിയർ ആയിട്ട് ഇരുന്ന് കണ്ട സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗണ്ട്സ് എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്യും. ഒരു മാരക ഫീലാണ് ഇവർ ഈ സിനിമയിനകത്ത് നമുക്ക് തരുന്നത്. നമ്മൾ ഫീൽ ചെയ്യും, ആ ഒരു ശ്വാസം എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട്. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് അനുഭവമാണ്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും കൂടി റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഈ സിനിമ അത്യാവശ്യം നല്ല ഹിറ്റായിട്ടുണ്ട്. എങ്കിലും ഇനിയും കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പിള്ളേരെ കൂട്ടി പോകാൻ പറയില്ല. മുതിർന്നവരാണ്, നിങ്ങളൊരു ഫിലിം മേക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, സിനിമേനെ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ സിനിമ മിസ് ചെയ്യരുത്. അതും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണേണ്ട സിനിമയാണ്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ഇതിന് വേണം. ഇത് നമുക്കൊരു OTTയിൽ കണ്ടാൽ, ശരിക്കും OTTയിൽ കണ്ടാൽ നമുക്കൊരു കുറവും നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ ആ ഒരു മ്യൂസിക്കും ആ ഒരു സൗണ്ടിൻ്റെ ക്വാളിറ്റിയും ഒക്കെ, ഇവരുടെ അഭിനയമൊക്കെ ബിഗ് സ്ക്രീനിൽ തന്നെ കാണുമ്പോഴാണ് ഇതിനൊരു സംതൃപ്തി ഫീൽ ചെയ്യുക. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സിനിമയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. സിനിമ ഞാൻ ക്ഷീണം എൻ്റെ മനസ്സിലുണ്ടല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.